പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ CPM വിട്ട് CPIയിൽ ചേർന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതിൽ പ്രതിപട്ടികയിൽ നിന്ന് നഗരസഭാ ചെയർമാന്റെ പേര് നീക്കാൻ പോലീസ്. റോബിൻ ജോണിനെ ആക്രമിച്ചതിൽ നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈന് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. റോബിനേറ്റ പരിക്ക് മാരകായുധം കൊണ്ടല്ലെന്ന് ചികിത്സിച്ച ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ 3 പേർ വടിവാളുകൊണ്ട് വെട്ടി എന്നായിരുന്നു റോബിന്റെ മൊഴി. പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസിന് മേൽ CPM നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് റോബിന്റെ ആരോപണം. പ്രതികരണം ഒന്ന് കേൾക്കാം. 2 പരാതി SP-ക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയർമാനാണ് എൻ്റെ ആസൂത്രകൻ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം വിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സക്കീർ ഹുസൈൻ്റെ പേരടക്കമുള്ളത്. R സാബുവും നവീൻ വിജയനും അതുപോലെ തന്നെ അജിൻ വർഗീസും അടക്കമുള്ളവരാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരായിട്ട് ഇതിൻ്റെ എന്നെ അടിച്ചതിൽ എന്നെ വെട്ടിയതിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ കൊടുത്തവർ എന്ന് ഞാൻ വ്യക്തമായിട്ട് പോലീസിന് എന്നെ അടിക്കും എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിലെ ഇന്നലെ എനിക്ക് അറിയാൻ സാധിച്ചത് വ്യക്തമായി R സാബുവാണ് ഇതിൻ്റെ സൂത്രധാരനായി പ്രവർത്തിച്ചതും പോലീസിന് വ്യക്തമായ അറിവുള്ളതുമാണ്. എന്നെ ചൂണ്ടിക്കാണിച്ചത് CPIM. ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, എന്താ സംഭവിച്ചത്? പ്രവീൺ, അരുൺ, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കൊടുന്തറ എന്ന സ്ഥലത്ത് വെച്ച് ഈ റോബിൻ ജോണിന് നേരെ ആക്രമണമുണ്ടായത്. റോബിൻ ജോൺ നേരത്തെ CPM-ന്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പാർട്ടി വിട്ട് CPIയിൽ ചേരുകയായിരുന്നു. ഇപ്പോൾ CPIയുടെ കൊടുന്തറ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് ഈ റോബിൻ ജോൺ. വീടിന് സമീപം വെച്ച് ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർ തന്നെ ആക്രമിച്ചു എന്നാണ് ഈ റോബിൻ ജോൺ പത്തനംതിട്ട പോലീസിൽ മൊഴി നൽകിയിരുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടുകയും ചെയ്തിരുന്നു. റോബിൻ ജോണിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 7 പേർക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തിരുന്നു. അതായത് ഈ ബൈക്കിലെത്തിയ 3 പേർ, അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ, അദ്ദേഹം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. മറ്റ് 3 പേർ, ഇങ്ങനെ 7 പേർക്കെതിരെയാണ് പത്തനംതിട്ട പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ സക്കീർ ഹുസൈന് ഈ ഒരു ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനമായി വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസിൽ നിന്നും സക്കീർ ഹുസൈനെ ഒഴിവാക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. അങ്ങനെയാണ് നമുക്ക് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. ഡോക്ടറുടെ മൊഴി പ്രകാരം ഈ റോബിൻ ജോണിന് ഏറ്റ പരിക്ക് അത് വടിവാൾ കൊണ്ട് ഉള്ളതല്ല, ചെറിയ പേനാക്കത്തി പോലുള്ള ആയുധം കൊണ്ടാണ് ഈ ഒരു മുറിവ് ഏറ്റത് എന്നാണ് ഡോക്ടർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ താടിയിലാണ് റോബിൻ ജോണിന് പരിക്കേറ്റിരുന്നത്. അന്ന് ഒരു ദിവസം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റുമായിരുന്നു ഇദ്ദേഹം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,